ഞാൻ ഫിൻലാൻഡ് മൊബൈൽ ഫോൺ സർവീസ് കമ്പനിയുടെ HR മാനേജറാണ്. നമുക്കറിയാം, ഇന്ന് ഏതൊരു ബിസിനസ് സ്ഥാപനമായാലും അവിടുത്തെ മാനവവിഭവശേഷി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് എല്ലാ ഓർഗനൈസേഷനും നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ തൻ്റെ സ്റ്റാഫുകളെ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ടെക്നീഷ്യന്മാർ, അതുപോലെ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ ടെലികോളിംഗ്, CRM, ഇങ്ങനെ അതുപോലെ തന്നെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ്, സ്റ്റോർ തുടങ്ങി ഏകദേശം 60ഓളം സ്റ്റാഫുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു HR ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഉത്തരവാദിത്തം, ചുമതല എന്ന് പറയുന്നുള്ളത് തന്റെ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിന്റെ സുരക്ഷിതത്വം, അതുപോലെ തന്നെ അവരുടെ അവകാശം സംരക്ഷിക്കുക. അതോടൊപ്പം അതേ രീതിയിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്ന ഒന്നാണ് ഇവിടുത്തെ ഈ സ്ഥാപനത്തിന്റെ അവകാശങ്ങളും അതുപോലെ തന്നെ സുരക്ഷിതത്വവും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. ഒരു ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിന്റെ 4 ഘടകങ്ങൾ പ്രധാനമായിട്ടും, ഒന്നാമത് ഹാപ്പി എംപ്ലോയീസ് വേണം, അതുപോലെ തന്നെ ഹാപ്പി കസ്റ്റമർ വേണം, അതുപോലെ തന്നെ ഹാപ്പി മാനേജ്മെന്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ഹാപ്പി ഓണേഴ്സ്. ഈ 4 വിഭാഗം അവര് സംതൃപ്തരും സന്തോഷവാന്മാരുമാകുന്ന സമയത്താണ് നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു പൂർണ്ണ വിജയത്തിലേക്ക് എത്താൻ കഴിയുന്നത്. ഹാപ്പി കസ്റ്റമർ ഉണ്ടാവണമെങ്കിൽ നല്ല ഹാപ്പി ആയിട്ടുള്ള സ്റ്റാഫുകൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല സ്റ്റാഫുകൾ ഉണ്ടാവണമെങ്കിൽ നല്ല മാനേജ്മെന്റ് വേണം. നല്ല മാനേജ്മെന്റ് ഉണ്ടാവണമെങ്കിൽ നല്ല ഓണേഴ്സ് വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 4 വിഭാഗം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ HR ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്റ്റാഫുകൾ, ഈ സ്റ്റാഫിന്റെ 3 തരത്തിലുള്ള വളർച്ച എന്നുള്ളത് ആ സ്ഥാപനത്തിന്റെ വിജയത്തിന്റെ ഊന്നുവടിയാണ്. അതിന് ഞങ്ങളാൽ കഴിയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയുമ്പോൾ നമ്മുടെ സ്റ്റാഫിന്റെ പേഴ്സണൽ ഡെവലപ്മെന്റ്. നമുക്കറിയാം, വ്യത്യസ്ത കോണിൽ നിന്ന്, വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന്, വ്യത്യസ്ത കൾച്ചറിലുള്ളവരാണ് നമ്മുടെ ഈ ഒരു സ്റ്റാഫായിട്ട് നമ്മൾ അവരെ ഹയർ ചെയ്യുന്ന സമയത്താണെങ്കിലും അതിനുശേഷവും ഒക്കെ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ടും നല്ല രീതിയിലുള്ള ഒരു ഹയറിങ്ങും നടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റാഫിന്റെ 3 തരത്തിലുള്ള ഗ്രോത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമതായിട്ട് സ്റ്റാഫിന്റെ പേഴ്സണൽ ഡെവലപ്മെന്റ്, രണ്ടാമതായിട്ട് അവരുടെ ടെക്നിക്കൽ ഗ്രോത്ത്, അവരുടെ ടെക്നിക്കൽ സംബന്ധമായിട്ടുള്ള, സർവീസ് സംബന്ധമായിട്ടുള്ള ടെക്നീഷ്യന്മാർക്ക് വേണ്ട ട്രെയിനിങ്, അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ, ഇതെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മുടെ സ്റ്റാഫിന്റെ ഫിനാൻഷ്യൽ ഗ്രോത്ത്. നമുക്കറിയാം, ഏതൊരു വ്യക്തിയാണെങ്കിലും അവരുടെ ടെക്നിക്കൽ സ്കില്ലും അതുപോലെ തന്നെ പേഴ്സണൽ ഡെവലപ്മെന്റിനോടൊപ്പം ആഗ്രഹിക്കുന്ന ഒന്നാണ് അവരുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത്. ഫിനാൻഷ്യൽ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ചിട്ടും, അതോടെ തന്നെ ഞങ്ങളുടെ ടീമിനോടൊപ്പം ഞങ്ങളുടെ ബിസിനസ്സിൽ കൂറായിക്കൊണ്ട്, ബിസിനസിന്റെ ഭാഗമായിക്കൊണ്ട് ചേരാനും അവർക്ക് ഈ സ്ഥാപനം, HR ഡിപ്പാർട്ട്മെന്റ് അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ സ്ഥാപനത്തെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഞങ്ങൾക്ക് 10 ബ്രാഞ്ചുകളുണ്ട് നിലവിൽ. ഈ 10 ബ്രാഞ്ചുകളിലും ഏകദേശം മുമ്പ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ 60ഓളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാഫിനെ എല്ലാം മോണിറ്റർ ചെയ്യുക, അവരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കടമയാണ് HR ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം. അതിന് ഞങ്ങൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത്, ഓരോ ബ്രാഞ്ചിലും ബ്രാഞ്ച് മാനേജർമാരുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ബ്രാഞ്ചിലും സെൻട്രലൈസ്ഡ് സിസ്റ്റം ആയിക്കൊണ്ട് തന്നെ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് സെൻട്രലൈസ്ഡ് യൂണിറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നേരിട്ട് വാച്ച് ചെയ്യുവാനും അവരെ മോണിറ്റർ ചെയ്യാനും സാധിക്കുന്നു. രണ്ടാമതായിട്ട് ഒരു HR സ്ട്രാറ്റജി, അതുപോലെ തന്നെ HR പോളിസി. ഇത് നമ്മുടെ സ്ഥാപനത്തിന്റെ, ഏതൊരു സ്ഥാപനത്തിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള 2 ഘടകങ്ങളാണ്. HR പോളിസിയും അതുപോലെ തന്നെ സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റിയും ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ 5 ഘടകങ്ങളാണ് പ്രധാനമായിട്ടും മോണിറ്റർ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി അനലൈസ് ചെയ്യുക എന്നുള്ളത്. അതിനാവശ്യമായിട്ടുള്ള
ടാർജറ്റും മറ്റുമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഓരോ മാസവും അതിനുവേണ്ടി പ്രത്യേകം ഞങ്ങൾ ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. രണ്ടാമതായിട്ട് കമ്പനിയുടെ ഡിസിപ്ലിൻ. നമുക്കറിയാം, സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഏതൊരു സ്റ്റാഫായാലും അവർക്ക് ആവശ്യമായ പരിചരണവും അവർക്ക് ആവശ്യമായുള്ള ഗൈഡൻസും മറ്റൊക്കെ ഒരു സ്ഥാപനത്തിന്റെ HR ഡിപ്പാർട്ട്മെന്റ് എന്ന നിലയ്ക്ക് ഞങ്ങൾ കൊടുത്തു വരുന്നുണ്ട്. കമ്പനിയുടെ HR പോളിസി കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞങ്ങൾ ഡിസിപ്ലിൻ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടുവരുന്നത്. മൂന്നാമതായിട്ട് പഞ്ച്വാലിറ്റിയാണ്. പഞ്ച്വാലിറ്റി എന്ന് പറയുമ്പോൾ ഏത് സ്ഥാപനത്തിന്റെയും വളർച്ചയ്ക്ക്, സ്റ്റാഫിന്റെ വളർച്ചയ്ക്കാവട്ടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കാവട്ടെ അവരുടെ പ്രൊഡക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് കൃത്യമായ സമയത്ത് സ്റ്റാഫുകൾ ഹാജരാകുകയും അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റിയെ മാനദണ്ഡമാക്കുന്നതിനും ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ കൊണ്ടുപോകുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫിന്റെ പഞ്ച്വാലിറ്റി ക്രമീകരിക്കുന്നതിന് വേണ്ടി ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന നിലയ്ക്ക് സോഫ്റ്റ്വെയർ സംബന്ധമായിട്ട് അതാത് സമയത്ത് തന്നെ അവരുടെ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും ശേഖരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റം കൊണ്ട് ഞങ്ങൾക്ക് ലഭിക്കുന്ന വലിയൊരു ഗുണം. അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതൊരു സ്ഥാപനത്തിന്റെയും നിലനിൽപ്പിന് ആവശ്യമായ ഒന്നാണ്. നമ്മൾ പറയാറുണ്ട്, കസ്റ്റമർ ഈസ് ദ കിങ്. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണോ, എന്നാൽ മാത്രമാണ്, ഹാപ്പി കസ്റ്റമർ ആണോ, എന്നാൽ മാത്രമാണ് നമുക്കൊരു സ്ഥാപനത്തിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടെലികോളിംഗ് വഴി ഞങ്ങൾ ഓരോ കസ്റ്റമറെയും നേരിട്ട് സമീപിക്കുകയും ഓരോ കസ്റ്റമറിന്റെ അഭിപ്രായവും അവരുടെ നിർദ്ദേശങ്ങളും സ്റ്റാഫിനെ കുറിച്ചിട്ടായാലും സ്റ്റാഫിന്റെ ബിഹേവിയറിനെ കുറിച്ചിട്ടായാലും സർവീസിനെ കുറിച്ചിട്ടായിട്ടും ഞങ്ങൾ നേരിട്ട് അവരിൽ നിന്നും വിവരശേഖരണം നടത്തി ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും നമ്മുടെ സ്റ്റാഫിനെ മോണിറ്റർ ചെയ്യാനും ഞങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം. മറ്റൊന്നെന്ന് പറയുമ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഏതൊരു കമ്പനിയുടെയും പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് അനുദിനമുള്ള അപ്ഡേഷൻ എന്നുള്ളത്. അത് സ്റ്റാഫ് തലത്തിലായാലും ഒരു ബിസിനസ് മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള അപ്ഡേഷനും കൃത്യമായിട്ട് ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം. അതുപോലെ തന്നെ HR ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനമാണ് പെർഫെക്റ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ ടെക്നോളജി എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ ഒട്ടനവധി കുട്ടികൾ പഠിച്ച് പുറത്തുപോയി വലിയ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. ഏകദേശം 16 വർഷമായിട്ട് പെരിന്തൽമണ്ണ കേന്ദ്രീകൃതമായിക്കൊണ്ട് ഈ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെക്നീഷ്യൻസ് ആവശ്യമായിട്ടുള്ള അപ്ഡേഷൻ കോഴ്സുകളും അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങും മറ്റെല്ലാം സ്ഥാപനം നൽകി വരുന്നുണ്ട്. ഏതൊരു സ്ഥാപനത്തിന്റെയും വലിയൊരു വെല്ലുവിളിയാണ് അതിനാവശ്യമായ ടെക്നീഷ്യൻസ് എന്നുള്ളത്. പ്രത്യേകിച്ച് ഫിൻലാൻഡ് മൊബൈൽ ഫോൺ സർവീസ് കമ്പനി ആയതുകൊണ്ട് തന്നെ അതാത് സമയങ്ങളിൽ ഉള്ള അപ്ഡേഷൻ കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ട് അതാത് സമയങ്ങളിൽ സ്റ്റാഫിന് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ ഈ സ്ഥാപനങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. നമ്മുടെ സ്റ്റാഫിനെ ഓരോ മാസവും ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ ഇവാലുവേറ്റ് ചെയ്യുന്ന സ്റ്റാഫിന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് സീനിയർ ടെക്നീഷ്യൻ, അതുപോലെ തന്നെ ജൂനിയർ ടെക്നീഷ്യൻ, അതുപോലെ തന്നെ ബെസ്റ്റ് മാനേജർ, അതുപോലെ തന്നെ ബെസ്റ്റ് മാസ്റ്റർ ടെക്നീഷ്യൻ, ബെസ്റ്റ് എംപ്ലോയി തുടങ്ങി ഓരോ മാസവും ഇവർ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് അവരെ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായ പ്രോത്സാഹനവും ഞങ്ങളുടെ സ്ഥാപനം നൽകി വരുന്നുണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഒരു പ്രധാന വിഷൻ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഞങ്ങളുടെ ഇറ്റ്സ് ആൾ അബൌട്ട് ട്രസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനായാലും നമ്മുടെ സ്റ്റാഫിനായാലും നമ്മുടെ മാനേജ്മെന്റിനായാലും നമ്മുടെ ഓണേഴ്സിനായാലും പരസ്പരം വിശ്വാസ്യത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നമുക്ക് പറയേണ്ടതില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കസ്റ്റമറിന് ഞങ്ങൾ നൽകുന്ന വളരെ ക്വാളിറ്റിയോടുകൂടുള്ള സർവീസ് എന്നുള്ളതും അവർക്ക് നൽകുന്ന വലിയൊരു വിശ്വാസ്യതയാണ്. അത് ഫിൻലാൻഡ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്. ഇതുകൊണ്ടെല്ലാം തന്നെയാണ് ഫിൻലാൻഡ് മൊബൈൽ ഫോൺ സർവീസ് മറ്റു സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തനാകുന്നത്.